ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അഡീഷണൽ 25% താരിഫ് കൂടി ഇന്ത്യൻ ഇമ്പോർട്ടിന്മേൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓഗസ്റ്റ് 27 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അതിനു മുമ്പ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഡിസ്കഷനൊക്കെ ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഈ അനൗൺസ്മെൻറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇനീഷ്യൽ ലെവലിൽ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകൾ ഏഷ്യയിൽ ഫ്ലാറ്റായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകളാണ് ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ ഇന്നലെ എല്ലാ ഇൻഡെക്സുകളും ഓൾമോസ്റ്റ് ബെറ്റർ പൊസിഷനിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം സെമി കണ്ടക്ടർ ഇമ്പോർട്ടിന്മേലിൽ ട്രംപ് 100% താരിഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതേസമയം സ്മാർട്ട് ഫോൺ ഇമ്പോർട്ടിന്മേലൊന്നും തന്നെ താരിഫ് അനൗൺസ് ചെയ്തിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ബെറ്റർ ആയിരുന്നു ഇന്നലെ. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒഴികെ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. കമോഡിറ്റികൾ ഗോൾഡും സിൽവറും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $3,381 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. $38.05 പെർ ഔൺസിനാണ് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം അലുമിനിയം, സിങ്ക്, കോപ്പർ, നാച്ചുറൽ ഗ്യാസ് ഈ കമോഡിറ്റികളും ബെറ്ററാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US$ നെഗൻസ്റ്റ് ആയിട്ട് വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ റിസർച്ച് ഹൗസുകൾ പറയുന്ന S&P 500 അടുത്ത മാസങ്ങളിലൊക്കെ 10-15% താഴെ വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഇതുവരെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അത്തരത്തിലൊരു സെൽ ഓഫ് ഒക്കെ ഒരുപക്ഷെ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിലും കാണാനുള്ള സാധ്യതകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് Q1 റിസൾട്ടുകളാണ് വീണ്ടും ഒരു ഡിസപ്പോയിൻറ്റിങ് സെൻറ്റിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ വരെ പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ റിഫ്ലക്റ്റഡ് ആണ്. ഈ താരിഫ് അനൗൺസ്മെൻറ്റ് കൂടെ അത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി മാർക്കറ്റിൽ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഉണോ മിൻഡ, ജിൻഡാൽ സ്റ്റെയിൻലെസ് ഈ 2 കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് 1:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ധാരാളം റിസൾട്ടുകളുണ്ട്. ടൈറ്റൻ ഉണ്ട്, LIC ഉണ്ട്, കല്യാൺ ജുവല്ലേഴ്സ് ഉണ്ട്, ബയോകോൺ ഉണ്ട്. ധാരാളം കമ്പനികൾ ഇന്ന് Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ IPO ഇന്നലെ സെക്കൻഡ് ഡേ 72.92 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ഇന്നാണ് ലാസ്റ്റ് ഡേ. തീർച്ചയായിട്ടും വലിയ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ JSW IPO ഇന്ന് ആരംഭിക്കുകയാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഒപ്പം JMJ ഫിൻടെക് നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. 2.75 രൂപ പെർ ഷെയറാണ് ഈ റൈറ്റ് എൻടൈറ്റിൽമെൻറ്റിനുള്ളത്. ഈ മാസം 11-ാം തീയതി വരെ വാങ്ങാം. 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേ. ഫസ്റ്റ് കോള് റൈറ്റ്സിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ. $3.15 വെച്ചാണ് ഫസ്റ്റ് കോൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് JMJ ഫിൻടെക്. JMJ ഫിൻടെക്കിൻ്റെ റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് വാങ്ങുന്നതായിരിക്കും ഹൈലി പ്രോഫിറ്റബിൾ. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ വീണ്ടും വന്നേക്കാം. അതിനനുസരിച്ച് മൂവ്മെൻ്റൊക്കെ നമ്മുടെ നിഫ്റ്റിയിൽ ചെറുതായിട്ടൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ വേസ്റ്റ് കേസ് സെനാരിയോയിൽ ഒരു പക്ഷേ നിഫ്റ്റി 24,000 വരെയൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണുന്നത് 24,400 അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.